തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ CPM-ൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഭരണത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ രണ്ടാമത് അധികാരത്തിലെത്തിയപ്പോൾ മുതൽ രണ്ടാമത് അധികാരത്തിലെത്തിയ ഒരു പകുതിയായപ്പോൾ മുതൽ CPM-ൽ വലിയ രീതിയിലുള്ള LDF-ലും പ്രശ്നങ്ങളായി, CPM-ൽ പ്രശ്നങ്ങളായി, CPI-ൽ പ്രശ്നങ്ങളായി. പല നേതാക്കളും CPM-നെ തള്ളിപ്പറഞ്ഞു. തെരഞ്ഞെടുപ്പ് സമയത്ത് പല നേതാക്കളും CPM-നെ തള്ളിപ്പറയുന്നത് കണ്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പരാജയം LDF-നുണ്ടായി. അതിന്റെ ഇടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വരുന്നു. അത് കഴിഞ്ഞുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരുത്തലിനും തയ്യാറാകാതെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഉണ്ടായിട്ടും ഒരു തിരുത്തലിനും തയ്യാറാകാതെ ഒരു ഓവർ കോൺഫിഡൻസോടുകൂടി ഞങ്ങളല്ലാതെ അല്ലെങ്കിൽ ഞാനല്ലാതെ മറ്റാര് എന്ന ചിന്താഗതിയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെടുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നു, പരാജയപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് ഇനി ആര് എന്ന് ആദ്യം ചർച്ച ഉണ്ടാകുന്നു. പിണറായി വിജയൻ തന്നെ മതി എന്നൊരു വിഭാഗം പറയുന്നു. അത് രണ്ടുദ്ദേശമാണ്. ഒന്ന്, പിണറായി വിജയൻ അല്ലാതെ അതിൽ വേറെ ആരും ഇല്ല എന്നുള്ളൊരു ചിന്താഗതി. രണ്ട് എന്ന് പറയുന്നത് ഇയാളല്ലേ ഈ പാർട്ടി ഈ പരുവത്തിലാക്കിയത്, ഇയാൾ തന്നെ തിരിച്ചു കൊണ്ടുവരട്ടെ എന്നുള്ള ചിന്താഗതി. ഇത് രണ്ടിന്റെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകുന്നു. അതിനുശേഷം നടന്ന എല്ലാ കമ്മിറ്റികളിലും MV ഗോവിന്ദനെയും പിണറായി വിജയനും എതിരെ സ്വരങ്ങൾ ഉയരുന്നു. പിണറായി വിജയനെതിരെ ശബ്ദമുയർത്താതിരുന്ന പാർട്ടിയിലെ പല നേതാക്കളും ശബ്ദമുയർത്തുന്നു. ശബ്ദമുയർത്തിയവരെയൊക്കെ ഒതുക്കിയാണ് പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ എല്ലാവരെയും വായടപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു, ആവർത്തിക്കുന്നു. ഓരോ കമ്മിറ്റികൾ കഴിയുമ്പോഴും അടിമുടി മാറാൻ CPM എന്ന് പറയുന്നു. അടിമുടി മാറുന്ന CPM-ൽ MV ഗോവിന്ദനും പിണറായി വിജയനും മാറില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കിടക്കുന്ന പ്രശാന്തിനെ അല്ലെങ്കിൽ അറസ്റ്റിലായ PS പ്രശാന്തിനെ തള്ളിപ്പറയുന്നില്ല. രാഷ്ട്രീയ പ്രേരിതമെന്ന് PS പ്രശാന്ത് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തിനെതിരെ ഉന്നയിക്കാവുന്ന പല വിഷയങ്ങളിലും മൗനം പാലിക്കുന്നു. ഇത്തരത്തിൽ CPM ഇനി എങ്ങനെയാണ് അടിമുടി മാറാൻ പോകുന്നത്? CPM അടിമുടി മാറണമെങ്കിൽ ഈ നേതൃത്വം മാറാതെ ഒരു രക്ഷയില്ല എന്നാണ് എല്ലാവരുടെയും, ജനങ്ങളുടെ അല്ലെങ്കിൽ അണികളുടെ ചിന്ത. പക്ഷേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പ്രധാനമായിട്ടും ഇപ്പോൾ അതിന്റെ ഒരു പുതിയൊരു ചുവടുവയ്പ് എന്ന് പറയുന്നത്, കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് കേരളത്തിലെ ഇത്രയും വലിയ തോൽവിക്ക് കാരണം എന്തായിരുന്നു. അതിനകത്ത് പല കണ്ടെത്തലുകളും നടത്തിയിട്ടുണ്ടെങ്കിലും ഒരാളെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്താത്ത രീതിയിലാണ് കേന്ദ്ര കമ്മിറ്റി പോയത്. കാരണം അതായത് പ്രധാനമായിട്ട് കുറ്റപ്പെടുത്തേണ്ടി വരിക ഒന്ന് പിണറായി വിജയനെ ആയിരിക്കും. കാരണം പിണറായി വിജയന്റെ ഈ 10 വർഷക്കാലത്ത് ഉണ്ടായ പല പെരുമാറ്റവും ധാർഷ്ട്യവും കലർന്ന രീതി ഒന്നാമത്തെ കാര്യം അതുണ്ടായിരുന്നു. ഇപ്പൊ രണ്ടാമത് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ചില നിലപാടുകൾ, അതായത് തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥിയെ നിർണയിച്ച സംഭവത്തിൽ അത് തെറ്റായിരുന്നു എന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി മനസ്സിലായി. ആദ്യമേ ഒരു സംശയം ഇതുണ്ടായിരുന്നു, പല വിമർശനങ്ങൾ ഉണ്ടായിരുന്നു അവിടെ അവരെ നിർത്തുന്നതിനെ കുറിച്ച്. എന്തായാലും അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കൃത്യമായി മനസ്സിലായി. അപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ടു പേർക്ക് നേരെയാണ് പ്രധാനമായിട്ട് നടപടി എടുക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ അവരെ മാറ്റുക എന്നുള്ളത് തന്നെയാണ് CPM-ന് തിരിച്ചു വരിക എന്നുള്ള ഒരു സാധ്യത. ഇനിയിപ്പോ MV ഗോവിന്ദനെയും പിണറായി വിജയനെയും മാത്രം മാറ്റിയാൽ പാർട്ടിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യസന്ധമായി പറഞ്ഞാൽ പാർട്ടിയിൽ പിണറായി വിജയൻ MV ഗോവിന്ദനും മാറണം, നേതൃത്വത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ പോലും അണികളുടെ ഇടയിൽ നഷ്ടപ്പെട്ടു പോയ ഐക്യം തിരികെ കൊണ്ടുവരണം. ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് ജനങ്ങൾക്ക് മുമ്പിൽ അംഗീകരിക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി, അല്ലെങ്കിൽ അത് വെറുതെ എവിടെയെങ്കിലും ഇരുന്ന് പറഞ്ഞാൽ പോലെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കണം. വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത പറഞ്ഞ വെള്ളാപ്പള്ളി നടേശന് ഒപ്പം കൊണ്ട് നടന്നത് തെറ്റായിപ്പോയി, PMCയിൽ ഒപ്പിട്ടത് തെറ്റായിപ്പോയി. ഇത്തരത്തിൽ ഞങ്ങൾ ചെയ്ത തെറ്റുകൾ ഞങ്ങൾ എണ്ണി ജനങ്ങൾക്ക് മുന്നിൽ പറയുന്നു എന്ന രീതിയിലെങ്കിലും കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ CPM-ന് കഴിയണം. അവിടെ ഞാൻ പിണറായി വിജയനെന്നോ MV ഗോവിന്ദനെന്നോ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇതിനൊക്കെ മുന്നിൽ നിന്ന് നയിച്ചതും ഈ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തതും പ്രധാനമായിട്ടും ആരൊക്കെയാണ് എന്നുള്ളതാണ് ഒരു കാര്യം. അതായത് ഒന്ന് പിണറായി വിജയനായിരിക്കും, ഒന്ന് CPM സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ആയിരിക്കും. ഈ രണ്ടുപേരും എടുത്ത തീരുമാനങ്ങളാണ് മുഴുവൻ പാളിപ്പോയത്. PM ശ്രീ ആണെങ്കിലും, അയ്യപ്പ സംഗമം നടത്തിയതാണെങ്കിലും, പിന്നെ സ്ഥാനാർത്ഥികളെ നിർണയിച്ച കാര്യത്തിലാണെങ്കിലും, പിന്നെ വിമതരെ ഒപ്പം നിർത്താത്തതാണെങ്കിലും, പിന്നെ ഈ ലാസ്റ്റ് വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടി യാത്ര ചെയ്തു, മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടും അതിനൊന്നും മറുത്തു പരിപാടി ഇല്ലെങ്കിൽ വെള്ളാപ്പള്ളി തള്ളി പറയാനൊന്നും തയ്യാറാകാത്തത്, ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായല്ലോ. അപ്പൊ ആ സംഭവങ്ങളൊക്കെ ഇതിലൊന്നും എല്ലാം നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് രണ്ടുപേര് തന്നെയാണ്. ഇവർ രണ്ടുപേരും ഒരു മാറ്റമോ അല്ലെങ്കിൽ ഇവരെ പേരും എന്തെങ്കിലും ഒരു മറുപടി പറയുകയോ ഇതിലൊരു തിരുത്തൽ വരുത്തുകയോ അങ്ങനെ ഒരു സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ രണ്ടുപേരും മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ നേതൃസ്ഥാനത്ത് പുതിയ ആൾക്കാർ വരുമ്പോൾ പാർട്ടിയിലെ രീതികളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അണികൾക്ക് വേറൊരു ഊർജ്ജം നൽകാൻ സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. CPM എന്ന് പറയുന്ന പാർട്ടി സത്യസന്ധമായി പറഞ്ഞാൽ ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നു പോയി. അത് മാറ്റാനാണ് ഞാൻ പറഞ്ഞത്. മാറ്റാൻ വേണ്ടി MV ഗോവിന്ദനും പിണറായി വിജയനും മാറിയെന്ന് വെച്ചിട്ട് കാര്യമുണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വീണ്ടും പറയുന്നു, ചേട്ടൻ പറഞ്ഞില്ലേ മാറ്റണം, അവരെ രണ്ടുപേരെയും മാറ്റണം. പല ആളുകൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്ന സമയത്ത്
അതേ ധാർഷ്ട്യവും രീതികളും പാർട്ടിയിലെ പല നേതാക്കൾക്കും അണികൾക്കും ഉണ്ടായിരുന്നു. പല മന്ത്രിമാരും ധാർഷ്ട്യത്തോടുകൂടി പെരുമാറിയിട്ടില്ലേ? എല്ലാ കുറ്റവും അല്ലെങ്കിൽ പാർട്ടിക്ക് അകത്തു നിന്ന് എല്ലാ കുറ്റവും പിണറായി വിജയന്റെ എം വി ഗോവിന്ദന്റെ മണ്ടയ്ക്ക് വെക്കുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. പല മന്ത്രിമാരുടെ പെരുമാറ്റം എന്തായിരുന്നു? ഇല്ല, ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ മന്ത്രിമാരുടെ പെരുമാറ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവരൊരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ അതിനൊപ്പം നിൽക്കുന്ന രീതിയെ ഉണ്ടായിരുന്നുള്ളൂ. മറ്റു മന്ത്രിമാരാണെങ്കിലും ബാക്കിയുള്ള നേതാക്കളാണെങ്കിലും എല്ലാവരും ഇവരെന്ത് പറയുന്നു അതുപോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഇവർ നേതൃത്വത്തിൽ നിന്ന് മാറി വന്നു കഴിഞ്ഞാൽ പുതിയൊരു നേതൃത്വം വരുന്നതോടുകൂടി അവരുടെ നിലപാട് മാറും, ധാർഷ്ട്യം ഉണ്ടാവില്ല. ഒരുപക്ഷെ പുതിയ സംഭവങ്ങൾക്കൊക്കെ പ്രവർത്തന രീതി തന്നെ മാറാൻ സാധ്യതയുണ്ട്. അണികൾക്ക് ഒരു വിശ്വാസം കൂടുന്നതോടുകൂടി അണികൾ വീണ്ടും ഐക്യത്തോടു കൂടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആണെങ്കിൽ പോലും ആരെ ആക്കുമെന്നൊരു ചോദ്യമില്ലേ? അങ്ങനെ ഒരുപാട് ആര് വെക്കണം എന്നുള്ളതൊക്കെ നേതൃത്വത്തിൽ ചർച്ച ചെയ്തിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ സീരിയസ് ആയി അടുത്ത ചോദ്യം വരാൻ പോകുന്നത് ആരെ? പിണറായി വിജയനെ മാറ്റിക്കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് ആരെ കൊണ്ടുവരും? പിണറായി വിജയൻ എന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് നന്നായി പ്രതിപക്ഷ നേതാവായി പെർഫോം ചെയ്യാൻ കഴിയില്ല. കാര്യം അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പല വിഷയങ്ങളിലും അതെല്ലാം തിരിച്ചടിക്കും. കാര്യം ഇദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കാണിച്ചു വെച്ച ഇതിന്റെ ബാക്കിയായിരിക്കും UDF സർക്കാർ കാണിക്കുന്നത്. അപ്പോ തിരിച്ചു ചോദിച്ചാൽ അദ്ദേഹത്തിന് ഉത്തരം ഉണ്ടാകില്ല. അപ്പോൾ അവിടെ സഭയിൽ ആരെ പ്രതിപക്ഷ നേതാവാക്കി CPM ഉയർത്തി കാട്ടുമെന്നൊരു ചോദ്യം CPM-ന്റെ മുന്നിലുണ്ട്. എം വി ഗോവിന്ദനെ മാറ്റിയാൽ മറ്റൊരാളെ ആക്കാം, ശരിയാണ്. എം വി ഗോവിന്ദനെ മാറ്റിയാൽ മറ്റൊരാളെ ആക്കാം. പക്ഷെ പഴയ CPM-ന്റെ സാഹചര്യം അല്ല ഇന്നത്തെ CPM-ന്റെ സാഹചര്യം. അകത്ത് തന്നെ രണ്ട് ചേരി പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഏത് ചേരിയിലുള്ള ആളിനെ ആക്കും? അല്ലെങ്കിൽ എം വി ഗോവിന്ദനും പിണറായി വിജയനും ഇഷ്ടമല്ലാത്ത ഒരാളെ, ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് KK ശൈലജയെ പറയാം. വ്യക്തിപരമായി അവർക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ശൈലജയെ എം വി ഗോവിന്ദനും പകരമാക്കി കൊണ്ടുവന്നാൽ ഇവരത് സമ്മതിക്കുമോ? ഇല്ല. ഇതൊക്കെയാണ് പ്രശ്നം. ഇപ്പോഴും ഇപ്പൊ MA ബേബി പല വിഷയങ്ങളിലും ഇവർക്കെതിരെ സംസാരിക്കുമ്പോഴും ബേബിക്ക് പോലും കടുത്ത ഒരു നിലപാടെടുക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, CPM പല കാര്യങ്ങളും, അതായത് പല തലത്തിലും പല നല്ല തീരുമാനങ്ങൾ എടുത്ത് നന്നായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാലമൊക്കെ ഉണ്ടായിരുന്നു. മന്ത്രിമാരെ നിശ്ചയിക്കുന്നതിലാണെങ്കിലും പല കാര്യത്തിലും പല നിലപാടെടുക്കുന്നതിലും വികസന കാര്യങ്ങളൊക്കെ നന്നായിട്ട് ശ്രമിച്ച സമയമൊക്കെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ശരിയായ കാര്യങ്ങൾ ചെയ്ത കാലം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു തീരുമാനം പുതിയ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ചിന്തിച്ച് എന്തായാലും അതിൻ്റെതായ ഒരു നടപടി എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ചേട്ടൻ പറഞ്ഞതുപോലെ വികസന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതിനപ്പുറം ഞാൻ വിശ്വസിക്കുന്നത് UDF അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല പ്രതിപക്ഷമാകാൻ CPM-നും LDF-നും കഴിയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇവിടെ അതും നടന്നിട്ടില്ല. ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസം കഴിഞ്ഞ് സർക്കാർ അധികാരത്തിൽ വന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും ഒരു ശക്തമായ പ്രതിപക്ഷമാകാൻ കഴിയാത്തൊരവസ്ഥ. അതെന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രീതിയിൽ ഒരു നല്ല സർക്കാർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു നല്ല സർക്കാർ ഉണ്ടാകണമെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷം. ഇപ്പോഴും CPM-ന് ഇവർ രണ്ടുപേരും മാറിയാൽ മാറ്റം വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. മാറിയാൽ മാറ്റം വരും. ഒന്ന് ഇവര് മാറില്ല. കേന്ദ്ര കമ്മിറ്റിയിൽ പോലും ഇവരെ മാറ്റിക്കൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. അവർ സ്വയം മാറാനും പോകുന്നില്ല. ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് എങ്ങനെയെങ്കിലും മാറണമെങ്കിൽ വീണാ വിജയനുമായി ബന്ധപ്പെട്ട ED-യുടെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കേസിൽ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്താൽ എന്തായാലും മാറേണ്ടി വരും. ഇനി ഇതിനകത്ത് ഇതൊന്നുമല്ല. ആ കഴിഞ്ഞ ദിവസം കർത്ത തന്നെ പറഞ്ഞിട്ടുണ്ട്, പണം നൽകിയത് അവർ ചെയ്ത സേവനത്തിനല്ല ബന്ധത്തിന്റെ പേരിലാണെന്ന്. ബന്ധത്തിന്റെ പേരിൽ പിണറായി വിജയനാണ് പണം നൽകിയതെങ്കിൽ അതോടുകൂടി കാര്യത്തിൽ ഒരു തീരുമാനമായി. പിണറായി വിജയൻ മാറേണ്ട ഒരു സാഹചര്യം വരും. പിന്നെ MV ഗോവിന്ദനാണ്, അദ്ദേഹത്തെ അതോടുകൂടി മാറ്റും. എന്നാൽ മറിച്ച് പാർട്ടിക്കാണ് നൽകിയതെങ്കിലോ? അങ്ങനെ ഒരു ചോദ്യം കൂടിയുണ്ട്. പിണറായി വിജയൻ എന്ന വ്യക്തിയല്ല വാങ്ങിയത്, പാർട്ടിക്ക് ഫണ്ട് എന്ന രൂപത്തിൽ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ CPM എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? അല്ല, വേറൊരു കാര്യമുണ്ട്. ഈ പാർട്ടി ഫണ്ട് വാങ്ങുന്നത് എല്ലാ പാർട്ടി ഫണ്ടുകളും പാർട്ടിക്കാരും വാങ്ങുന്നതാണ് ഫണ്ട്. അതിപ്പോ കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും BJP ആണെങ്കിലും എല്ലാവരും ഫണ്ട് വാങ്ങുന്നുണ്ട്. അത് ശരിയാണ്. ഫണ്ട് വാങ്ങിയത് നേരായ രീതിയിലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ റെസിപ്റ്റോട് കൂടി ഫണ്ട് ആയിരുന്നെങ്കിൽ ഇവർക്ക് ഇത് ആദ്യമേ കാണിച്ച് കഴിയാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ കർത്ത പറയുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ ED മാസപ്പടി വിവാദം വരുമ്പോൾ ഒന്നും പറയാതിരുന്ന കാര്യത്തിൽ ഇനിയിപ്പോ പറയാൻ പോകുന്നത്, വീണാ വിജയൻ എന്റെ അച്ഛൻ പിണറായി വിജയനാണ് വേണ്ടിയാണ് വാങ്ങിയെന്ന് പറയും. പിണറായി വിജയൻ അത് മറ്റേതെങ്കിലും നേതാക്കൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിയ രീതിയിൽ തിരിച്ചടിയാകും. ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇവിടെ ED എത്ര തവണ വന്നു, എത്ര അന്വേഷണത്തിന് അന്ത്യം കണ്ടിട്ടുണ്ട്, എത്ര അന്വേഷണം മുന്നോട്ട് പോയിട്ടുണ്ട്, ഏതൊക്കെ വഴിയിൽ തങ്ങിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. ED-നെ ഇവിടെ ആർക്കെങ്കിലും വിശ്വാസമുണ്ടോ എന്നുള്ളതാണ്. അപ്പോഴും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ED വരികയും ഈ കേസ് ഇത്രയും ഒരു ലെവലിലെത്തി, ഇനി ഈ കേസ് ED വലിയ രീതിയിലൊന്നും അനക്കാതെ പോവുകയാണെങ്കിൽ സ്വാഭാവികമായും ഭരണപക്ഷത്തിരിക്കുന്ന UDF വാദിക്കാൻ പോകുന്ന എന്താണ്? BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാര ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപേ പറഞ്ഞിരുന്നു. ഇപ്പോഴും ആ അന്തർധാര സജീവമായതിന്റെ പേരിൽ കേന്ദ്ര സർക്കാർ ED-യെ പിൻവലിച്ചു എന്നല്ലേ പറയൂ. അപ്പോഴും CPM-ന് എന്ത് മറുപടി പറഞ്ഞ് ന്യായീകരിക്കാൻ കഴിയും? ഈ വിഷയത്തിൽ CPM-ന് ഒന്നും പറയാൻ കഴിയില്ല. പിണറായി വിജയൻ അല്ലെങ്കിൽ കർത്ത പറഞ്ഞാൽ മതിയായിരുന്നു, വീണാ വിജയൻ ചെയ്ത സേവനത്തിനാണ്
പണം നൽകിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ വിഷയം അതോടുകൂടി തീർന്നേനെ. പക്ഷെ കർത്ത പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പിണറായി വിജയനുമായുള്ള ബന്ധത്തിന്റെ പേരിൽ നൽകിയതാണ് എന്നാണ്. അതിന് പാർട്ടിക്കാണ് നൽകിയതെങ്കിൽ അല്ലെങ്കിൽ പാർട്ടിയിലെ നേതാക്കൾക്കൊക്കെ നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഇതിനേക്കാൾ വലിയ തലവേദനയാകും. ചേട്ടൻ പറഞ്ഞതുപോലെ ED ഇനി കേസ് പകുതി വഴിയിൽ ഉപേക്ഷിച്ച് പോയാൽ അതും ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തെ അടിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴത്തെ ഭരണപക്ഷത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് പ്രതിപക്ഷം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാം UDFന്റെ അകത്ത് തന്നെയാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് അടിക്കുന്നു. പിന്നെ എപ്പോഴും പ്രതിപക്ഷത്തിരുന്നതിന്റെ ഒരു ഇതുകൊണ്ടായിരിക്കും UDF എല്ലാ വിഷയത്തിലും പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ CPM അടിക്കുന്ന ഒരു സാഹചര്യമാണ്. അദ്ദേഹം VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പിണറായി വിജയനെ കടന്നാക്രമിച്ചിരുന്നു. അപ്പൊ എല്ലാവരും വിചാരിച്ചതോ ഇനിയിപ്പോ സതീശൻ മുഖ്യമന്ത്രി ആവുമ്പോ ഇദ്ദേഹത്തിനെ കടന്നാക്രമിക്കാന്ന്. ഇപ്പോഴും പിണറായി വിജയനെ തന്നെയാണ് കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം വിഷയത്തിലാകട്ടെ, PM ശ്രീ ആകട്ടെ, ഏത് വിഷയത്തിലും പിണറായി വിജയന് തന്നെയാണ് ആക്രമണം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോ CPM ഒരു തിരുത്തൽ, CPM അടിപിടി മാറാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ പറയുകയാണ്. പക്ഷെ MV ഗോവിന്ദനും പിണറായി വിജയനും മാറുന്നില്ല. പിന്നെ എന്ത് അടിമുടി മാറ്റമാണ് ഇവർ വരുത്താൻ പോകുന്നത്?